കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ജാനുവരി മാസം 25 ഞായറാഴ്ച. അന്ന് നമ്മൾ രഥസപ്തമിയായിട്ടാണ് ആഘോഷിക്കുന്നത്. സപ്തമി തിഥി ആരംഭിക്കുന്നത് 2026 ജാനുവരി മാസം 25 പുലർച്ചെ 12:39 മുതൽ 2026 ജാനുവരി മാസം 25 രാത്രി 11:10 വരെയാണ്. രഥസപ്തമി എന്താണ്? രഥസപ്തമി എന്താണ് അതിൻ്റെ പ്രാധാന്യം? അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ രഥസപ്തമി സൂര്യഭഗവാനാണ് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത്. മാഘമാസത്തിലെ ശുക്ലപക്ഷ സപ്തമിയാണ് രഥസപ്തമി അല്ലെങ്കിൽ മാഘസപ്തമി എന്ന് അറിയപ്പെടുന്നത്. സൂര്യഭഗവാന്റെ ജന്മദിനമായിട്ടാണ് രഥസപ്തമി ആഘോഷിക്കുന്നത്. തിരുപ്പതി പോലെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വളരെ വിശേഷപ്പെട്ട രീതിയിലാണ് രഥസപ്തമി ആഘോഷിക്കുന്നത്. ഈ ദിവസം സൂര്യജയന്തി എന്ന് അറിയപ്പെടുന്നു. നമുക്കറിയാം, സൂര്യനാണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിൻ്റെ ആധാരം. മനുഷ്യരാശി എന്ന് മാത്രമല്ല, ജീവരാശിയുടെ നിലനിൽപ്പിൻ്റെ ആധാരം സൂര്യനാണ്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം സൂര്യഭഗവാനെയാണ് നമ്മൾ നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ടത്. അതുമാത്രമല്ല, ഇത് മാഘമാസമായതുകൊണ്ട് തന്നെ ഈ ദിവസത്തിലെ സ്നാനത്തിന് വളരെ ശ്രേഷ്ഠതയാണ് ആചാര്യന്മാരെ കൽപ്പിച്ചിരിക്കുന്നത്. ഈ രഥസപ്തമിയിൽ ഒരു സ്നാന മുഹൂർത്തമുണ്ട്. അത് അന്നേ ദിവസം രാവിലെ 5:04 മുതൽ 6:43 വരെയുള്ള 1 മണിക്കൂർ 38 മിനിറ്റ് വളരെ ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത്, ഈ പ്രത്യേക മുഹൂർത്തത്തിൽ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ ചെയ്തിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള പാപങ്ങളിൽ നിന്നും അവന് മോചനം ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ രഥസപ്തമി ദിവസം വളരെ ശുഭകരമായ ഒരു ദിവസമാണ്. പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഏറ്റവും ഉത്തമമായ ദിവസമാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുക, അങ്ങനെയുള്ള എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാനും ഈ ദിവസം ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ഈ ദിവസം സൂര്യദേവനെ പ്രാർത്ഥിക്കുകയും ഉപവസിച്ച് സൂര്യദേവനെ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള പാപങ്ങളിൽ നിന്നും മോചനം നേടും എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ അറിഞ്ഞും അറിയാതെയും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടുമൊക്കെ ഈ ജന്മത്തിലും മുൻ ജന്മങ്ങളിലുമൊക്കെ ചെയ്ത 7 തരത്തിലുള്ള പാപങ്ങൾ, ആ പാപങ്ങളെല്ലാം തന്നെ ഈ ദിവസം സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചാൽ മാറും എന്നാണ് വിശ്വസിക്കുന്നത്. അതിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ രഥസപ്തമി ദിവസം പുണ്യസ്നാനത്തിന് തന്നെയാണ് പ്രാധാന്യമുള്ളത്. അതിരാവിലെയുള്ള അല്ലെങ്കിൽ ഈ പ്രത്യേക സമയത്ത് ഉള്ള സ്നാനം വളരെ ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. കുളി കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ ജലം എടുത്തുകൊണ്ട് വന്ന് സൂര്യഭഗവാനെ നോക്കി സൂര്യഭഗവാന് അഭിഷേകം ചെയ്യുന്നതായി സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജലം സൂര്യഭഗവാന് സമർപ്പിക്കണം. അതായത് നമ്മൾ കയ്യിലൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കിണ്ടിയിൽ അല്ലെങ്കിൽ ഒരു മൊന്തയിലൊക്കെ ജലം എടുക്കുക. അതിനുശേഷം നമ്മൾ കൈകൂപ്പി ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പാത്രത്തിലുള്ള ജലം നമ്മളിങ്ങനെ സൂര്യഭഗവാനെ നോക്കി, സൂര്യഭഗവാൻ നമ്മുടെ തൊട്ടു മുമ്പിലുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് സൂര്യഭഗവാൻ അഭിഷേകം ചെയ്യുന്നതായി സങ്കല്പിച്ചുകൊണ്ട് മുകളിൽ നിന്നും താഴേക്ക് ഒഴിക്കുക. അതിനുശേഷം കുറച്ച് പൂക്കളെടുത്ത് സൂര്യഭഗവാന് ഇങ്ങനെ അർച്ചന ചെയ്യുന്നതായി സങ്കല്പിച്ച് നമ്മൾ സൂര്യഭഗവാന് സമർപ്പിക്കുക. ഇതൊക്കെ അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു തട്ടിൽ കർപ്പൂരം വെക്കുകയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നമ്മൾ ഒരു ദീപം, ഒരു മൺചിരാത് തെളിയിക്കുകയോ ചെയ്തതിന് ശേഷം ആ ദീപം കൊണ്ട് ഭഗവാനെ ആരതി ചെയ്യുന്നതായി നമ്മൾ സങ്കല്പിച്ച് ആരതി ചെയ്യുക. അതായത് ആദ്യം ഭഗവാന് അഭിഷേകം ചെയ്യണം, പിന്നീട് പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യണം, പിന്നീട്
ഭഗവാന് ആരതി ചെയ്യണം. അതിനുശേഷം നമ്മൾ സൂര്യഭഗവാനെ രാവിലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നാമങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം സൂര്യായ നമ അല്ലെങ്കിൽ ഓം ആദിത്യായ നമ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ജപിച്ച് പ്രാർത്ഥിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കഴിയുന്നതും അന്നേ ദിവസം വ്രതത്തിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നോൺ വെജ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉപവസിക്കാൻ സാധിക്കുന്നവർക്ക് ഉപവസിക്കാം, അല്ല പഴങ്ങൾ മാത്രം കഴിച്ചിരിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എങ്ങനെയാണോ നമ്മുടെ ശരീരവും മനസ്സും പറയുന്നത് അതനുസരിച്ചിട്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. സ്നാനത്തിനും അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കും വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇനി അങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാവർക്കും പുണ്യതീർത്ഥങ്ങളിൽ പോയി സ്നാനം ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകൾ ഒരു മൊന്തയിലോ മറ്റോ കുറച്ച് ജലം എടുക്കുക. അതിനുശേഷം ആ ജലം കൈകൊണ്ട് അടച്ചു വെക്കണം. കൈകൊണ്ട് ഇങ്ങനെ ആ പാത്രം ഇങ്ങനെ അടയ്ക്കണം. എന്നിട്ട് നമ്മൾ ഗംഗേച്ച യമുനേ ചൈവ എന്ന ആ നാമം ജപിക്കണം. ആ നാമം ജപിച്ച് 3 തവണ ജപിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ വെള്ളം നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ആ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഒഴിക്കണം. അതിനുശേഷം ആ ജലം ഉപയോഗിച്ച് നമുക്ക് കുളിക്കാം. അതായത് നമ്മൾ കുളിക്കുന്ന ആ വെള്ളം നമ്മൾ പുണ്യതീർത്ഥമാക്കി മാറ്റുകയാണ് ആ നാമം ജപിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആ നാമം എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ നാമം ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ സൂര്യഭഗവാന് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്നാണ് കരുതുന്നത്. അങ്ങനെ അതിരാവിലെ തന്നെ കുളിച്ച് സൂര്യഭഗവാന് പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ ആയുരാരോഗ്യ വർധനവുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ തന്നെ ശമനമുണ്ടാകും ആ ദിവസം സ്നാനം ചെയ്തു കഴിഞ്ഞാൽ, പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ, ഭഗവാനെ പൂജിച്ചാൽ എന്നാണ് വിശ്വസിക്കുന്നത്. സൂര്യഭഗവാൻ 7 കുതിരകൾ വലിക്കുന്ന രഥത്തിലാണ് സഞ്ചരിക്കുന്നത്. ഭഗവാൻ വടക്കു കിഴക്കു ദിശയിലേക്ക് തിരിഞ്ഞു സഞ്ചരിക്കുവാൻ പോവുകയാണ്. ഈ 7 കുതിരകളെ 7 നിറങ്ങളായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആഴ്ചയിലെ 7 ദിവസങ്ങളെയും ഈ 7 കുതിരകൾ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രഥത്തിന് 12 ചക്രങ്ങളാണ് ഉള്ളത്. ഇവ 12 രാശികളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. കശ്യപ മഹർഷിയുടെയും അതിഥിയുടെയും പുത്രനായിട്ടാണ് സൂര്യൻ ജനിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. ആ ദിവസമാണ് രഥസപ്തമിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. സൂര്യജയന്തി എന്നും പറയുന്നുണ്ട്. രഥസപ്തമിയുമായി ബന്ധപ്പെട്ട ധാരാളം കഥകൾ നിലവിലുണ്ട്. അതിലൊരു കഥയാണ് പണ്ട് കാംബോജി എന്ന രാജ്യത്തിൽ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേര് യശോദവർമ്മൻ എന്നായിരുന്നു. അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകൻ ഒരു മനോരോഗിയായിരുന്നു. ജ്ഞാനിയായ ഒരു മുനിയുടെ ഉപദേശപ്രകാരം ഈ രാജാവ് രഥസപ്തമി ദിവസം ഉപവസിച്ച് പൂജ ചെയ്ത് സൂര്യദേവനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ കുഞ്ഞ് അത്ഭുതകരമായി രോഗത്തിൽ നിന്നും മുക്തനായി തീർന്നു എന്ന ഒരു കഥ രഥസപ്തമിയുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുണ്ട്. മറ്റൊരു കഥ പറയുന്നത് ദുർവാസ മഹർഷിയുടെ ശാപത്തിൻ്റെ ഫലമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മകനായ ശംഭന് രോഗം പിടിപെട്ടുവെന്നും അവസാനം ശംഭൻ സൂര്യദേവനെ പ്രാർത്ഥിച്ചുവെന്നും അതിൻ്റെ ഫലമായിട്ട് ശംഭൻ്റെ രോഗം മാറി എന്നും ഒരു കഥ ഭാഗവതത്തിലും പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ദിവസം വളരെ ശ്രേഷ്ഠമാണ് എന്ന് കരുതുന്നു. പ്രത്യേകിച്ച് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്, രോഗദുരിതങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ നേടുന്നതിനൊക്കെ തന്നെ ഈ ദിവസം സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നതും പുണ്യസ്നാനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും അതീവ ശ്രേഷ്ഠമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ദിവസത്തെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കുക. മാഘമേളയിൽ പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രഥസപ്തമി ദിവസം ഭാരതപ്പുഴയിൽ പുണ്യസ്നാനം ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.